വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസെന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പി ജെ വിൻസെന്റ്, എത്രത്തോളം ആകാംക്ഷയോടുകൂടി നോക്കി കാണേണ്ടതുണ്ട് ഷാങ്ഹായിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ? ഇതിപ്പോൾ നമുക്കറിയാം, അധിക തീരുവ അതും പകരച്ചുങ്കം എന്ന നിലയ്ക്ക് തന്നെ ഏർപ്പെടുത്തിയതിന് പിന്നാലെയും റഷ്യയുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ പോവുകയാണ് എന്നതടക്കമുള്ള ഇന്ന് പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്ന ചിത്രത്തിന് താഴെ എപ്പോഴൊക്കെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും അപ്പോഴൊക്കെ അത് കൂടുതൽ സന്തോഷം നൽകുന്നതാണ് എന്നുള്ള വിശദീകരണം, ഇതെല്ലാം ഒരു മറുപടി എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടതുണ്ടോ? മറുപടി കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഭാരതത്തിനുണ്ടായി. മറ്റു നിവൃത്തിയില്ല. കാരണം ഇത് ട്രംപിന്റെ വ്യാപാര യുദ്ധം 2016 ചൈനയുമായിട്ട് ആരംഭിച്ചതിനേക്കാൾ ശക്തമായ രീതിയിൽ കേൾക്കുന്നില്ലേ? ഇപ്പോൾ കേൾക്കാം, പറയൂ. അധിഷ്ഠിതമായിട്ടുള്ള ഒരു നയം അമേരിക്ക സ്വീകരിച്ചു. പക്ഷെ ഇത് ഒട്ടും പുതിയതല്ല എന്നുള്ളതാണ് പ്രധാനം. ശീതയുദ്ധാനന്തര ലോകത്തെ ഏറ്റവും പ്രധാനമായ ഒന്ന് എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് റഷ്യ, ചൈന, ഇന്ത്യ റിക് കൂട്ടായ്മ. ഈ റിക് കൂട്ടായ്മ പിന്നീട് ഇന്ത്യയും ചൈനയും ആയിട്ടുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും അതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ രൂപപ്പെട്ട സവിശേഷമായ സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിലും അത് യാഥാർത്ഥ്യമാകാതെ പോയ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാഷ്ട്രങ്ങൾ, 143 കോടി ജനങ്ങൾ ചൈനയിലുണ്ട്, അത്ര തന്നെ ജനങ്ങൾ ഇന്ത്യയിലുമുണ്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, സൈനിക സൂപ്പർ പവർ ആയിട്ടുള്ള റഷ്യ. ഈ 3 രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം 3ഉം ആണവ ശക്തികളാണ്. അപ്പോൾ 3 അയൽ രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ, ഇത് സഹകരിക്കുക എന്നത് ലോക രാഷ്ട്രീയത്തെ നിർണായകമായി മാറ്റി തീർക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ 2001 ശേഷം അമേരിക്കയുമായി രൂപപ്പെട്ട സവിശേഷമായ സൗഹൃദവും ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിരന്തര സംഘർഷവുമാണ് റിക് കൂട്ടായ്മയെ തകർത്തത്. അതിപ്പോൾ പുനരവതരിപ്പിച്ചിരിക്കുന്നു. പശ്ചാത്തലത്തിൽ ഈ 3 രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ച് നിൽക്കുന്ന ഒരു